നമസ്കാരം. അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ ലാഞ്ചന വന്നു കഴിഞ്ഞു. സ്ഥാനാർത്ഥികളെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് ശ്രീലേഖ IPS സ്കോർ ചെയ്ത് നിൽക്കുകയാണ്. അവർ ഇത് BJPയുടെ രാജീവ് ചന്ദ്രശേഖരും BJPയുടെ ഇന്റലക്ച്വൽ വിഭാഗവും പൊളിറ്റിക്കൽ വിഭാഗവും എല്ലാവരും കൂടി അറിഞ്ഞുകൊണ്ടാണോ പ്രശാന്തിന്റെ റൂമിന് വേണ്ടി അവിടത്തെ റൂമിന്റെ ഒരു അടി ഉണ്ടാക്കിയെന്ന് അറിയില്ല. എന്നാൽ അതിലിപ്പോൾ സ്കോർ ചെയ്തിരിക്കുന്നത് ശ്രീലേഖ IPS ആണ്. മാത്രമല്ല, ഇത് ഇങ്ങനെ ഒരു കേസ് വന്നില്ലായിരുന്നെങ്കിൽ, ഇങ്ങനെ ഒരു വിഷയം വന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ കോർപ്പറേഷൻ ഈ പ്രൈവറ്റ് പാർട്ടികൾക്ക് ഇരിക്കുന്ന വീടുകൾക്കോ സ്ഥാപനങ്ങൾക്കോ നോട്ടീസ് കൊടുത്തിരുന്നെങ്കിൽ അത് രാജേഷിന്റെ മണ്ടയിൽ എല്ലാവരും കൂടെ വന്നേനെ. കാരണം വേറെ വന്നു, പുതിയ ആൾ വന്നു എന്ന് പറഞ്ഞ് രാജേഷിന്റെ നേർക്ക് നീണ്ടേനെ കാര്യങ്ങൾ. പണ്ടില്ലേ ലീല ഗ്രൂപ്പിനെതിരെ ശിവൻകുട്ടി നീങ്ങിയപ്പോൾ, അന്ന് മേയറെ നീങ്ങിയപ്പോൾ എല്ലാവരും കൂടി ശിവൻകുട്ടിയെ ചൂണ്ടി ശിവൻകുട്ടി അവസാനം തോക്കൊക്കെ കൊണ്ടു കിടക്കേണ്ട സ്ഥിതി വന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അതുപോലെ അങ്ങനെ വരുമല്ലായിരുന്നു. ഇപ്പൊ രാജേഷ് രക്ഷപ്പെട്ടു. കാരണം ഇങ്ങനെ വന്നപ്പോൾ ഒരു പൊതുബോധം ഇവിടെ വന്നു കേരളത്തിൽ, തിരുവനന്തപുരത്തും ഒക്കെ. എന്താ പൊതുബോധം? ആരെല്ലാം അനധികൃതമായി ഇരിക്കുന്നു അതെല്ലാം കണ്ടുപിടിക്കണം എന്നൊരു പൊതുബോധം കേരളത്തിൽ വരികയും അനധികൃത കെട്ടിടങ്ങൾ കണ്ടുപിടിക്കാനുള്ള ഒരു നടപടി കോർപ്പറേഷൻ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് കാരണഭൂതയായിട്ടുള്ള ശ്രീലേഖ IPS ആണ് വട്ടിയൂർക്കാവിൽ മത്സരിക്കാനുള്ള എല്ലാ സാധ്യതയും ഉള്ളത്. അവിടെ ഇപ്പോൾ ചെറിയ പ്രശ്നമുണ്ടത്. കൃഷ്ണകുമാർ ഇങ്ങനെ റെഡിയായി വട്ടിയൂർക്കാവിലെ എല്ലാ റെസിഡൻസ് അസോസിയേഷനുകളിലും അമ്പലങ്ങളിലും സകല സ്ഥലത്തും കൃഷ്ണകുമാർ പോകുന്നുണ്ട്. പക്ഷെ കൃഷ്ണകുമാറിനോടൊന്ന് മാറ്റിപ്പിടിക്കാൻ പറഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല. തിരുവനന്തപുരം സെൻട്രലിലേക്ക്, കാരണം തൊട്ടടുത്തടുത്ത് കിടക്കുന്ന മണ്ഡലങ്ങളാണല്ലോ, അതുകൊണ്ട് തിരുവനന്തപുരം സെൻട്രലിലേക്ക് ആന്റണി രാജുവിൻ്റെ അവിടത്തേക്ക് കൃഷ്ണകുമാർ മാറുകയും തിരിച്ച് വട്ടിയൂർക്കാവിലേക്ക് ശ്രീലേഖ IPS നിൽക്കുകയും ചെയ്താൽ സംഗതി കടുക്കും. V മുരളീധരൻ അനുകൂലമായി കഴക്കൂട്ടം റെഡിയായി വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അടുത്ത വാർത്ത. അതും വലിയ തോതിൽ ഉയരാൻ സാധ്യതയുണ്ട്. നേമം രാജീവ് ചന്ദ്രശേഖർ വലിയ ശുഭപ്രതീക്ഷയിലാണ് നേമം നിൽക്കുന്നത്. നേമം ഭാഗത്തു നിന്നുള്ള കരിമം ഭാഗത്തു നിന്നാണ് ഡെപ്യൂട്ടി മേയറെ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇതും കൂടി കണ്ടിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. കാരണം അവർ കുറച്ച് പരിപാടികളിലും ഉദ്ഘാടനങ്ങളിലും ഇവിടെയൊക്കെ പോയി ഈ BJPയും മൊത്തം ജനങ്ങളെയൊക്കെ ഒന്ന് ലൈവാക്കി നിർത്താൻ ആശാനാഥ് വിചാരിച്ചാൽ കഴിയും. അവരൊരു തീപ്പൊരി നേതാവൊക്കെയാണ്, ചെറുപ്പക്കാരിയാണെങ്കിലും. പിന്നെ ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന് വരുന്ന വനിതയാണ്. അപ്പോൾ അങ്ങനെ തീർച്ചയായിട്ടും അവർക്ക് അവിടെ ഒരു അപ്പർ ഹാൻഡ് കിട്ടും. അതും രാജീവ് ചന്ദ്രശേഖർ ലാക്കാക്കുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ രാജഗോപാൽ വന്ന് ചെയ്തൊരു പ്രസ്താവന വലിയ പരുക്കാണ് കുമ്മനം രാജശേഖരന് ഉണ്ടാക്കിയെടുത്തത്. പക്ഷേ അത്തരത്തിൽ പരിക്കൊന്നും ഇപ്രാവശ്യം ഉണ്ടാവാൻ സാധ്യതയില്ല. എല്ലാവരും ഒരു മനസ്സോടെ മത്സരിച്ച് ജയിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് എന്നാണ് തോന്നുന്നത്. പിന്നെ കുമ്മനം രാജശേഖരൻ ആറന്മുളയിലേക്ക് പോകാനും, അതുപോലെ തന്നെ നമ്മുടെ ശോഭാ സുരേന്ദ്രൻ്റെ പേര് പല സ്ഥലങ്ങളിലും കേൾക്കുന്നുണ്ട്. അവർ കഴക്കൂട്ടത്ത് കേൾക്കുന്നു. ചിലപ്പോൾ കഴക്കൂട്ടത്ത് മുരളീധരൻ തന്നെയാണെങ്കിൽ പിന്നെ വേറെ സാധ്യതയില്ല. അവരുടെ പേര് ആലപ്പുഴയിൽ കേൾക്കുന്നു, ഹരിപ്പാട് കേൾക്കുന്നു, തൃശ്ശൂർ കേൾക്കുന്നു, പാലക്കാട് കേൾക്കുന്നു. പല സ്ഥലങ്ങളിലും ശോഭാ സുരേന്ദ്രൻ്റെ പേര് കേൾക്കുന്നുണ്ട്. ചെങ്ങന്നൂർ മണ്ഡലം എന്ത് സംഭവിക്കുന്നറിയില്ല. 8 പഞ്ചായത്തുകളിൽ 5 പഞ്ചായത്തും BJP ഇപ്പോൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ചാത്തന്നൂർ മണ്ഡലം 2 പ്രാവശ്യമായി തുടർച്ചയായി BJP ആണ് പിന്നിൽ. ഇപ്പോൾ കൊല്ലം നഗരസഭ, ചാത്തന്നൂർ, ആ ഭാഗമെല്ലാം കുറേ പഞ്ചായത്തുകളൊക്കെ BJPക്ക് അനുകൂലമായി വന്നിട്ടുണ്ട്. അത് ഒരു മണ്ഡലാടിസ്ഥാനത്തിലേക്ക് BJPക്ക് ഗുണകരമാവുമോ എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. തൃപ്പൂണിത്തറ BJPക്ക് അനുകൂലമായി വരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഇങ്ങനെ പല മണ്ഡലങ്ങളും കേരളത്തിലെ തൃശ്ശൂർ ചിലപ്പോൾ കയറി വരാൻ സാധ്യതയുണ്ട്. പത്മജ വേണുഗോപാലൊക്കെ മത്സരിച്ചാൽ ചിലപ്പോൾ കയറി വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു 4-5 മണ്ഡലങ്ങളെങ്കിലും, പ്രൈമറി ഒരു 4-5 മണ്ഡലങ്ങളെങ്കിലും പിടിക്കുകയും 10-20 മണ്ഡലങ്ങളിലെങ്കിലും നിർണായകമായ 2ാം സ്ഥാനത്തൊക്കെ എത്തുകയോ ചിലപ്പോൾ ഈ 5 എന്നുള്ളത് വീണ്ടും കൂടുകയോ ചെയ്യാവുന്ന പുതിയൊരു രാഷ്ട്രീയ തീരുമാനത്തിലാണ് BJP നിൽക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പ്, അടുത്ത 10-15 വർഷത്തേക്കുള്ള മാസ്റ്റർ പ്ലാനും ഒരു സ്മാർട്ട് വർക്കും ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ഇൻ്റലക്ച്വൽ വർക്കും ഒരു ക്രിയേറ്റീവ് വർക്കും BJP തയ്യാറാക്കിയിട്ടുണ്ട്. അതിൻ്റെ സാധ്യത വളരെ വലുതാണ്. തീർച്ചയായും അവർ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് നീങ്ങുന്നുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ കയ്യിൽ കിട്ടിയപ്പോൾ ഇപ്പോഴത്തെ അവരുടെ രാജേഷിൻ്റെ വർത്തമാനവും പെർഫോമൻസും ഒക്കെ തുടക്കം കാണുമ്പോൾ നമുക്കറിയാമെന്ന് പറയുമല്ലോ. കുഞ്ഞ് ഈ കരഞ്ഞ് തുടങ്ങുമ്പോൾ അറിയാം ഈ കരച്ചിൽ എത്ര വരെ പോകുമെന്നും, ചിരി തുടങ്ങുമ്പോൾ അറിയാം എത്ര വരെ ചിരി പോകുമെന്നും എന്ന് പറഞ്ഞ പോലെ രാജേഷ് വളരെ പക്വതയോടുകൂടി തുടങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിനൊക്കെ ഒരു റിസൾട്ട് ഉണ്ടായാൽ, ഇനി പ്രധാനമന്ത്രി കൂടെ വന്ന് അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനങ്ങളും
അതിനനുസരിച്ച് തിരുവനന്തപുരം നഗരസഭയിൽ കുറേ കാര്യങ്ങൾ നടന്നാൽ സ്വാഭാവികമായിട്ടും അത് കേരളത്തിലെ ഒരു വികസന മാതൃകയായി അവർക്ക് ഉയർത്തിക്കാട്ടാൻ പറ്റും. അത് തൊട്ടടുത്ത് വരാനിരിക്കുന്ന വട്ടിയൂർക്കാവ് തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ തിരുവനന്തപുരം കോവളത്തിന് സുരേഷ് മത്സരിക്കുമോ എന്നൊരു ചോദ്യമുണ്ട്. PK കൃഷ്ണദാസ് വീണ്ടും കാട്ടാക്കടയിൽ തന്നെ വീണ്ടും മാറ്റിവരയ്ക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. പക്ഷേ വളരെ ശക്തനായി ഇപ്പോൾ അവിടെ തിരിച്ചു വന്നിട്ടുണ്ട്. അതുകൊണ്ട് IB സതീഷ് എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. പിന്നെ IB സതീഷ് അല്ല, മറ്റ് കാൻഡിഡേറ്റ്സ് ആണ് അവിടെ വരുന്നതെങ്കിൽ അനിൽകുമാറോ, പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന അനിൽകുമാറോ, ഗിരിയോ, CPM ഏരിയ സെക്രട്ടറി ഗിരിയോ, അരുവിക്കര മണ്ഡലത്തിലെ MLA സ്റ്റീഫനോ വന്നാലും അത്ഭുതമില്ല. അപ്പോൾ കാട്ടാക്കടയിൽ അങ്ങനെ സംഭവിക്കാം. എന്തായാലും തിരുവനന്തപുരം ജില്ല, കൊല്ലം ജില്ല, പത്തനംതിട്ട ജില്ല ഇപ്പോൾ പഞ്ചായത്ത് രാജിൻ്റെ കണക്കെടുക്കുമ്പോൾ കോൺഗ്രസ് ആണ് ഇടിച്ചു നിൽക്കുന്നത്. പക്ഷേ പത്തനംതിട്ടയും BJP നോക്കുന്നൊരു ജില്ലയാണ്. പിന്നെ തൃശ്ശൂർ, പാലക്കാട്, അത് കഴിഞ്ഞാൽ കാസർഗോഡ്. അപ്പോൾ കാസർഗോഡ്, പാലക്കാട്, തൃശ്ശൂർ 3 ഏറ്റവും തെക്കൻ ജില്ലയുള്ള തിരുവനന്തപുരം, പിന്നെ ആലപ്പുഴയിലും ചെറിയ സീറ്റുകൾ നോക്കുന്നുണ്ട്. ഇത്രയൊക്കെയാണ്. എന്തായാലും കണ്ണൂർ, മലപ്പുറം, പിന്നെ അതുപോലെ തന്നെ കോട്ടയം, ഇത്തരം ജില്ലകളിലൊക്കെ പ്രയാസമാണ്. കാരണം അവിടെയൊക്കെ ന്യൂനപക്ഷത്തിന് വലിയ സ്വാധീനമുള്ള ജില്ലകളാണ്. അതൊഴിച്ചുള്ള പല ജില്ലകൾ, ഹിന്ദു ഭൂരിപക്ഷമുള്ള ജില്ലകളിൽ, ഞാൻ പറഞ്ഞ ഒരു 5-6 ജില്ലകളിൽ വളരെ സീരിയസ് ആയിട്ട് BJP കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. അതിൽ 2-3 ജില്ലകൾ, പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ല, അവർ ഒരു മാസ്റ്റർ കാർഡ്, ട്രംപ് കാർഡായിട്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് 1-ലധികം അല്ലെങ്കിൽ 2-ലധികം 3-ലധികം MLA-മാർ ഉണ്ടായാൽ അത്ഭുതമില്ല. കേരളത്തിൽ ഒരു 5 MLA മിനിമവും, പിന്നെ അങ്ങോട്ട് കിട്ടുന്നതെല്ലാം ബോണസ് എന്നുള്ള നിലയിൽ കൂടുതൽ MLA-മാരും ഉണ്ടാകാനുള്ള വലിയ സാധ്യതയാണുള്ളത്. അതിലൂടെ അവർ പ്രതിപക്ഷമാകാനാണ് ശ്രമിക്കുന്നത്. അടുത്ത വർഷത്തെ സ്ട്രോങ് ആയ പ്രതിപക്ഷത്തിലേക്ക് പോകും. പിന്നെ ഭരണപക്ഷം, അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ഭരണപക്ഷം. ഇതാണ് അവരുടെ ഒരു ടാർഗറ്റ്. എന്തായാലും 26-ൽ തെരഞ്ഞെടുപ്പിലേക്കല്ല അവർ സജ്ജമാകുന്നത്, 31-ും 36-ലെയും തെരഞ്ഞെടുപ്പിലേക്കാണ് BJP ലക്ഷ്യം വയ്ക്കുന്നത് എന്നുള്ളതാണ് BJPയുടെ ഒരു സാധ്യത. അതിനനുസരിച്ച് CPM തോറ്റുപോയാൽ, അതായത് ഈ പ്രാവശ്യം വരുന്ന തെരഞ്ഞെടുപ്പിന് ഈ കാരണഭൂതൻ കപ്പിത്താൻ ഇരട്ടച്ചങ്കൻ തോറ്റുപോയാൽ പിന്നെ വളരെ പ്രയാസമായിരിക്കും. CPM-ൻ്റെ കാര്യം അത്ര എളുപ്പമല്ല. കാരണം കണ്ണൂർ രാഷ്ട്രീയത്തിൽ നിന്ന് വലിയ നേതാക്കൾ, ഗോവിന്ദമാഷിനെയൊന്നും കേരള സമൂഹം അംഗീകരിച്ചിട്ടില്ല, ഒരു മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് ആയിട്ടൊന്നും അംഗീകരിച്ചിട്ടില്ല. പിന്നെ വരേണ്ടത് MA ബേബിയോ, തോമസ് ഐസക്കോ. തോമസ് ഐസക്കും പ്രായമൊക്കെ ആയി പല പ്രശ്നങ്ങളിലൊക്കെ നിൽക്കുന്നു. ആരാണ് വരിക എന്നറിയില്ല. കറക്റ്റായിട്ടുള്ള ക്രൗഡ് പുള്ളറായിട്ടുള്ള, മാസ് പുള്ളറായിട്ടുള്ള നേതാക്കൾ ഇല്ല എന്നുള്ളത് CPM-ൻ്റെ വലിയൊരു പരാധീനതയായി മാറാനും എല്ലാ സാധ്യതയുമുണ്ട്.